ഒരാഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വർഷ പതിവ് പോലെ ഡേ ഡ്യൂട്ടി തുടങ്ങി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി മേഘയും ശ്വേതയും വർഷയെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് വർഷ അങ്ങോട്ടേക്ക് വന്നത്. വർഷ ഇരുവർക്കും ഒരു പുഞ്ചിരി നൽകി ഇരുന്നതും മേഘ അവളെ ഉറ്റു നോക്കുകയായിരുന്നു. ഇന്നും ഡോക്ടർക്ക് ബാം പുരട്ടി കൊടുത്തുള്ള വരവായിരിക്കും അല്ലേ? മേഘയുടെ ആ ചോദ്യം കേട്ടതും വർഷ ശ്വേതയെ തറപ്പിച്ച് നോക്കി. അവളെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ അവളോട് നീ എപ്പോഴും ഇങ്ങനെ വൈകുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നിരഞ്ജൻ ശങ്കറിന് നിന്നോടുള്ള ഇളക്കത്തിൻ്റെ കാര്യം അവളൊന്ന് എന്നോട് സൂചിപ്പിച്ചു. ആ വകയിൽ നീ 2 പ്രാവശ്യം ബാം പുരട്ടി കൊടുത്തതും അവൾ എന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, ഇതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. മേഘയുടെ സ്വരത്തിൽ അന്നേരം പരിഭവം കലർന്നിരുന്നു. അതിന് പറയാൻ മാത്രം എന്തുണ്ടെന്നാ? ഞാൻ സാറിൻ്റെ മുറിയിൽ നിന്ന് വരാൻ ലേറ്റായതിൻ്റെ കാര്യം ഇവൾ തിരക്കിയപ്പോൾ ഇവളോട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഡോക്ടർക്ക് എന്നോട് അങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ചുക്കുമില്ല. വർഷയുടെ സ്വരം ഉറച്ചതായിരുന്നു. അപ്പോൾ നിനക്ക് തിരിച്ചയാളോട് ഒന്നുമില്ലേ? എന്തുണ്ടെന്ന് എനിക്കൊന്നുമില്ല, വർഷ തീർത്തും പറഞ്ഞു. നിനക്കില്ലായിരിക്കാം, പക്ഷേ അയാൾ നിന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പയ്യനാ, വിടണ്ട, മുറുക്കെ പിടിച്ചോടി. ഒരു ഡോക്ടറെ കിട്ടുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? മേഘ പറഞ്ഞത് കേട്ടതും വർഷ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് അയാളുടെ അനിയൻ, അതായത് നിന്റെ ബോസിനെ കെട്ടാൻ പറ്റുമോ? ആ ചെകുത്താനെ ഞാൻ കെട്ടാനാ? അതിലും ഭേദം പാണ്ടിലോറിക്ക് തല വെക്കുന്നതാ. പറ്റില്ലല്ലോ. എന്നാൽ ഇക്കാര്യം ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? നമ്മൾ തമ്മിൽ മുൻപ് എന്താണോ തീരുമാനിച്ചുറപ്പിച്ചത് അതുപോലെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുള്ളൂ. എടി അമ്മു, നീ അതൊക്കെ ഇനി മറന്നേക്ക്. അറിഞ്ഞിടത്തോളം ഡോക്ടർ ജെമ്മാണ്. നിനക്കും അയാളോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. നിരഞ്ജൻ ഡോക്ടറെക്കുറിച്ച് നീ എന്നോട് പലതവണ പറയുമ്പോൾ നിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. പൊന്നു, നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോവും എന്നും പറഞ്ഞ് എഴുന്നേറ്റ വർഷയെ മേഘ പിടിച്ചിരുത്തി. ഇതേ സമയം വർഷയുടെ പ്രവൃത്തി കണ്ട് മേഘയും ശ്വേതയും ഒരുപോലെ ഞെട്ടി. അന്ന് വീട്ടിലെത്തിയ നിരഞ്ജൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വർഷയുടെ കാര്യം അവതരിപ്പിക്കാൻ ഒരുങ്ങിയതും ശങ്കർ അവൻ്റെ കയ്യിലൊരു കവർ വെച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയൊന്ന് നോക്കിക്കേ, എൻ്റെ പഴയ സുഹൃത്ത് കൊണ്ടുവന്ന ആലോചനയാ. നമ്മൾ നാളെ പെണ്ണ് കാണാൻ ചെല്ലാന്ന് അവരോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്ത് തിരക്കുണ്ടായാലും മാറ്റിവെച്ച് നമ്മൾ കുട്ടിയെ കാണുന്നു എന്നും പറഞ്ഞ് ശങ്കർ പോയതും നിരഞ്ജൻ കാറ്റഴിച്ച ബലൂൺ പോലെയായി. കയ്യിലെ ഫോട്ടോ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ വെച്ച് വിഷമത്തിലിരിക്കുമ്പോഴാണ് വിഹാൻ വന്ന് അവൻ്റെ തോളിൽ കൈവെക്കുന്നത്. ആരാ കക്ഷി? ആ നേഴ്സാണോ? വിഹാൻ്റെ ചോദ്യം കേട്ട് നിരഞ്ജൻ എന്നും പറഞ്ഞ് തലയനക്കി. അല്ല കണ്ണ, നീ ഇതെങ്ങനെ അറിഞ്ഞു? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ് എൻ്റെ നിരഞ്ജൻ ഡോക്ടറെ. ഞാനും മഹിയും 10th വരെ ഒന്നിച്ച് പഠിച്ചവരാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതൊക്കെ പോട്ടെ, നിന്റെ കണ്ടീഷൻസൊക്കെയും ഓക്കെ ആണല്ലോ അല്ലേ? അതൊക്കെ പക്കയാണ്, നിരഞ്ജൻ പറഞ്ഞു. എന്നാൽ ഈ വിവാഹം ഞാൻ മുടക്കിത്തരാം. നമുക്ക് നാളെ ചുമ്മാ ഈ പെണ്ണിനെ കണ്ടു കളയാം, എന്തേ? വിഹാൻ അത് പറഞ്ഞതും നിരഞ്ജൻ തലയനക്കി. ഇതേ സമയം നാളെ തന്നെ ആരോ പെണ്ണ് കാണാൻ വരുന്നു എന്നറിഞ്ഞ വർഷ മേഘയ്ക്ക് വിളിച്ചു അത് മുടക്കാനുള്ള വഴികൾ ചോദിക്കുകയായിരുന്നു. മേഘ അവൾക്കറിയാവുന്ന ഒരു വഴി പറഞ്ഞു കൊടുത്തതും നാളെ വരുന്നവനെ താൻ കണ്ടം വഴി ഓടിച്ചിരിക്കും എന്ന ശബ്ദമെടുത്ത് അവൾ നിദ്രയെ പുൽക്കി. വർഷയുടെ വീടിന് മുന്നിൽ നിർത്തിയ BMW കാറിൽ നിന്ന് ഇറങ്ങി വന്ന ശങ്കർ മഹാദേവനെയും ഭാര്യ രേഖയും വർഷയുടെ അച്ഛനും അമ്മയും മേഘയുടെ അച്ഛനും അമ്മയും കൂടി സ്വീകരിച്ചിരുത്തി. എല്ലാവരും കുറച്ചു നേരം സംസാരിച്ച ശേഷമാണ് വർഷയെ അവർ കാണുന്നത്. ചെറുക്കനിപ്പോൾ വരും, അതിനു മുൻപ് ഞങ്ങളൊന്ന് കുട്ടിയെ കാണട്ടെ എന്ന് രേഖ പറഞ്ഞപ്പോൾ മേഘ വർഷയും കൂട്ടി അങ്ങോട്ട് വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് വർഷയെ ഇഷ്ടമായി. വർഷ അവരുടെ മുന്നിൽ ആവശ്യത്തിൽ കൂടുതൽ വിനയവും നാണമൊക്കെ അഭിനയിച്ച് പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. കുട്ടി വലിയ നാണക്കാരിയാണല്ലേ എന്ന് രേഖ പറഞ്ഞതും വർഷയുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി ശേഷം അതേ എന്ന പോലെ തലയനക്കി. വർഷയും മേഘയും മുകളിലത്തെ നിലയിലെ മുറിയിലിരുന്ന് സംസാരിക്കുകയാണ്. എടി, എന്തൊരു തങ്കപ്പെട്ട അമ്മ, ഇത് മുടക്കണോടി? മേഘ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാ ആ തങ്കപ്പേട്ടനെ നീ തന്നെ എങ്ങ് കെട്ടിക്കോ, വർഷ അവളെ നോക്കി പറഞ്ഞു. എടി, BMW അച്ഛൻ്റെ വരവ്, ഇനിയിപ്പോൾ മോൻ ഏത് കാറിലാണാവോ വരുന്നത്? അതല്ലടി, ഞാൻ ഈ അമ്മയെ എവിടെയോ വെച്ച് കണ്ടിരുന്നോ എന്നൊരു തോന്നൽ. മേഘ അതും പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. നീ എനിക്ക് ഫ്രിഡ്ജിൽ നിന്നൊരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നേ. എനിക്ക് ഡയലോഗ് പറയുമ്പോൾ കുടിക്കാനുള്ളതാ. അത് കേട്ട മേഘ താഴെ ചെന്ന് വെള്ളം എടുത്ത് സ്റ്റയർ കയറാൻ നേരാണ് അച്ഛനും അമ്മയൊക്കെയും ചെറുക്കം വന്നെന്ന് പറയുന്നത് കേട്ടത്. പിന്നെ അവൾ വേഗം സ്റ്റയർ കയറി നേരെ കോമൺ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് ദേ കിടക്കുന്നു പോർഷയുടെ ടേക്കാൻ. അത് കണ്ട് മേഘ കണ്ണ് തള്ളിയിരിപ്പാണ്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തിറങ്ങിയ വിഹാനെയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ നിരഞ്ജനെയും കൂടി കണ്ടതും മേഘ ഇപ്പോൾ തല കറങ്ങി വീഴുന്ന അവസ്ഥയിലാണുള്ളത്.
ദൈവമേ, ചെകുത്താനും ചേട്ടനും, എൻ്റെ കണ്ണ എന്തൊരു മറിമായ ഇത്, മേഘ അറിയാതെ പറഞ്ഞു പോയി. അച്ചു, അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചെന്ന് സ്ട്രൈറ്റായിട്ട് കാര്യങ്ങളങ്ങ് പറഞ്ഞാൽ മതി, അതോടെ കുട്ടി കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കോളും എന്നും പറഞ്ഞ് നിരഞ്ജൻ അകത്ത് കയറിയതിന് പിന്നാലെ വിഹാൻ കയറാൻ പോയതും മുകളിൽ നിന്നും ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന മേഘയുടെ കയ്യിലെ കുപ്പി പിടിവിട്ട് നേരെ ചെന്ന് ലാൻഡ് ചെയ്തത് വിഹാന്റെ തലമണ്ടയിലും. വിഹാൻ ഇതെന്താ സംഭവം എന്നറിയാതെ തല നന്നായി ഒഴിഞ്ഞുകൊണ്ട് മുകളിലോട്ട് നോക്കിയതും ദേ നിൽക്കുന്നു തീപ്പെട്ടിക്കൊള്ളി. എവിടെ പോയാലും ഈ കുരിശാണല്ലോ, അല്ല ഇവളെന്താ ഇവിടെ? അച്ചു പറഞ്ഞത് ഈ പെണ്ണും ആ പെണ്ണും ഫ്രണ്ട്സ് ആണെന്നാണല്ലോ. ഇനിയിപ്പോൾ ആ പെണ്ണാണോ ഞങ്ങൾ കാണാവുന്ന പെണ്ണ്? അപ്പോൾ ആ പെണ്ണും ഈ പെണ്ണും രണ്ടും ഒരേ പെണ്ണ്, അപ്പോൾ മറ്റേ പെണ്ണോ? ഓ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്നും പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ നിരഞ്ജൻ അച്ഛൻ്റെയും അമ്മയുടെ അരികിലിരുന്ന് കാര്യമായ ആലോചനയിലാണ്. അന്നേരാണ് വിഹാൻ അവിടെ ഭിത്തിയിൽ വർഷയും മേഘയും ഒരുമിച്ചുള്ള ഫോട്ടോ കാണുന്നത്. അപ്പോഴാണ് അവർ കാണാൻ വന്നത് വർഷയെ തന്നെയാണെന്ന് വിഹാൻ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാലും അച്ചുവിനെ അറിയിക്കണം എന്ന് കരുതിയ വിഹാൻ തൻ്റെ ഫോൺ എടുത്ത് നിരഞ്ജന് കോൾ ചെയ്തു. വിഹാൻ്റെ നമ്പർ ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും നിരഞ്ജൻ എന്താ എന്ന പോലെ വിഹാനെ നോക്കി. അപ്പോഴാണ് വിഹാൻ്റെ മെസ്സേജ് വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് നിരഞ്ജൻ വായിക്കാൻ തുടങ്ങി. കല്യാണം മുടക്കാൻ നിൽക്കണ്ട, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും മിൽക്ക് ഷേക്ക് തന്നെ. തല ചരിച്ച് മെല്ലെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിലെ ഫോട്ടോയിലേക്ക് നോക്കിക്കോ, അപ്പോൾ എല്ലാം വ്യക്തമാവും. വിഹാൻ്റെ മെസ്സേജും വായിച്ചു നിരഞ്ജൻ നോട്ടം അങ്ങോട്ട് പായിച്ചതും ദേ ഭിത്തിയിൽ അടക്കാക്കുരുവി. കൂടെയുള്ളത് കണ്ണൻ പറഞ്ഞ തീപ്പെട്ടിക്കൊള്ളി ആയിരിക്കും എന്ന് കരുതി വർദ്ധിച്ചു വന്ന ഹൃദയതാളത്തെ അടക്കി നിർത്തി വിഹാനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ ഓക്കെ അല്ലേ എന്ന പോലെ തംസപ്പ് ഇമോജി ഇട്ടതും നിരഞ്ജൻ ഡബിൾ ഓക്കെ എന്ന പോലെ 2 ഇമോജി ഇട്ടു. എന്നാ കുട്ടിയെ വിളിക്കട്ടെ എന്ന വർഷയുടെ അച്ഛൻ്റെ ചോദ്യം കേട്ട് നിരഞ്ജൻ പറഞ്ഞു, വേണ്ട, താൻ പോയി കണ്ടോളാന്ന്. അത് പറഞ്ഞ് നിരഞ്ജൻ മുകളിലേക്ക് കയറിപ്പോയി. അന്നേരം എല്ലാവരുടെയും മുഖത്തൊരു പ്രത്യേകതരം ചിരിയുണ്ടായിരുന്നു. ഇതേ സമയം ബോധം വന്ന മേഘ വർഷയോട് നിരഞ്ജനാണ് നിന്നെ കാണാൻ വന്നതെന്ന് പറഞ്ഞേക്കാന്ന് കരുതി വർഷയുടെ മുറിക്കുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ നിരഞ്ജൻ മുറിക്കുള്ളിൽ കയറിയിരുന്നു. എന്നാൽ ഇതേ സമയം വർഷ ജനാലക്കരികിൽ നിന്ന് ഏന്തി വലിഞ്ഞ് പുറത്ത് കാണുന്ന കാറിനരികിൽ ചെറുക്കനോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു. കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് തിരിയാൻ നേരാണ് പിന്നിൽ ആരുടെയോ സാമീപ്യം തിരിച്ചറിയുന്നത്. വർഷ തിരിഞ്ഞു നോക്കാതെ തൻ്റെ നാടകം ആരംഭിച്ചേക്കാന്ന് കരുതി അവനെ നോക്കാതെ നിന്നു. അവൾ കാലുകൊണ്ട് കളം വരക്കുന്നുണ്ട്. ഹലോ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. നിരഞ്ജൻ അത് പറഞ്ഞതും വർഷ വിചാരിക്കുകയാണ്, ഈ ശബ്ദം ഇതെവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. പിന്നീട് തൻ്റെ തോന്നലാവാന്ന് കരുതി അവൾ മിണ്ടാതിരുന്നു. താനാണ് കാണാൻ വന്നതെന്ന് ഇവൾ അറിഞ്ഞു കാണുമാവോ, ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു, എന്താ പേര്? വർഷ. അവളുടെ പതിവില്ലാത്ത വിക്കൽ കേട്ട് നിരഞ്ജൻ്റെ കിളി പോയി. താൻ എന്താ ഇങ്ങോട്ട് നോക്കാത്തത്? എന്നെ കാണണ്ടേ? നിരഞ്ജൻ വീണ്ടും ചോദിച്ചു. എനിക്ക് നാണമാ. ഇതോടെ നിരഞ്ജൻ ഏകദേശ ധാരണ പിടികിട്ടി. എന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? അവൾ ഇല്ലെന്ന് തലയനക്കി. അപ്പോൾ തൻ്റെ സങ്കല്പത്തിലുള്ള പയ്യനാണോന്ന് എങ്ങനെ അറിയും? എന്താ തൻ്റെ സങ്കല്പം? നിരഞ്ജൻ ചോദിച്ചു. ഈ ചോദ്യം കേട്ടതും വർഷ ചോക്ലേറ്റ്സിലെ അന്നമ്മയുടെ ഡയലോഗ്സ് വിക്കലോടെ അങ്ങ് കാച്ചി. മദ്യപിക്കരുത്, ബീഡി വലിക്കരുത്, പിന്നെ എന്നെയും എൻ്റെ പിള്ളേരെയും പൊന്നുപോലെ നോക്കണം, പിന്നെ വൈകുന്നേരം 5 മണിക്ക് മുൻപ് വീട്ടിലേക്ക് വന്നിരിക്കണം. കഴിഞ്ഞോ? നിരഞ്ജൻ ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിച്ചു. അന്നമ്മ ഡയലോഗ്സ് കഴിഞ്ഞു, ഇനി അല്പം ഗ്രേസ് ആൻ്റണി ഡയലോഗ് ആവാന്ന് വർഷ കരുതി. പക്ഷെ ആ തവളച്ചാട്ടം തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചു. ശേഷം അതേ വിക്കലോടെ പറഞ്ഞു, നമുക്കേ നിറയെ പിള്ളേർ വേണം, പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയി സിനിമ കാണിക്കണം, വെള്ളയിൽ മഞ്ഞ കളറുള്ള പൂക്കളുള്ള സാരി വാങ്ങിച്ചു തരണം, താജ്മഹലിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയും എടുക്കണം, പിന്നെ പാട്ട് പുസ്തകത്തിലെ പാട്ടും പാടണം. പാടുമോ? ഇത്രയേ ഉള്ളൂ സങ്കല്പങ്ങൾ. അല്ല, ഈ വിക്ക് എപ്പോൾ തുടങ്ങിയതാ? അവൻ ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിച്ചു. ജന്മനാ ഉള്ളതാ. അല്ല, ഈ വൈകുന്നേരം 5 മണി എന്നത് 8 മണി ആയാൽ കുഴപ്പമുണ്ടോ? അത് കേട്ട് അവളൊന്നും മിണ്ടിയില്ല. വെള്ളയിൽ മഞ്ഞ കളറിലുള്ള പൂക്കളുള്ള സാരിയേക്കാൾ ഇയാൾക്ക് ചേരുക ഇളം മഞ്ഞ കളർ സാരിയായിരിക്കും. താജ്മഹൽ കാണിച്ചു തരാം, പക്ഷേ ഹണിമൂണിന് നല്ലത് മണാലിയാ, നല്ല തണുപ്പാ. പിന്നെ എത്ര പിള്ളേരെ വേണേലും തരാൻ ഞാൻ റെഡിയാണ് കേട്ടോ. 10 തന്നെ ആയിക്കോട്ടെ അല്ലേ? അവളുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന പറച്ചിലായിരുന്നത്. അവൾ ചെറുതായി ഡൗൺ ആയി എന്ന് തോന്നിയ നിരഞ്ജൻ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ തൊട്ടരികിൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു,
ചോക്ലേറ്റ്സ് മൂവി കാണാത്ത മലയാളികൾ കുറവായിരിക്കും. പക്ഷേ ആ മറ്റേ മൂവി അതെനിക്ക് അത്രക്കങ്ങ് പിടികിട്ടിയില്ല കേട്ടോ. എനിവേ, എനിക്ക് തൻ്റെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഈ വിക്കി പെണ്ണിനെ മതി. ഞാൻ അച്ഛനോട് യെസ് പറയാൻ പോകുക. ഐ ലവ് യു എന്നും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തി മുത്തിയതും അവൻ്റെ ആ പ്രവൃത്തിയിൽ ശരിക്കും പതറിയ വർഷ അവന് നേരെ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെ കണ്ട് അവളുടെ കിളികളെല്ലാം എങ്ങോട്ടോ പറന്നുപോയി. അവൻ ചുംബിച്ച കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു, സാറാണോ പയ്യൻ? അപ്പോൾ പിന്നെ അല്ല, സാർ എന്തിനാ എന്നെ ഉമ്മ വെച്ചത്? ഞാൻ എൻ്റെ ഇഷ്ടം അറിയിച്ചതല്ലടോ. വൺസ് അഗെയിൻ ഐ ലവ് യു എന്നും പറഞ്ഞ് അവളുടെ മറ്റേ കവിളിൽ കൂടി ഉമ്മ വെച്ച് പുറത്തിറങ്ങിയതും വർഷ ഇരു കവിളിലും കൈവച്ച് അവൻ്റെ പോക്ക് നോക്കി നിന്നു. മേഘ അകത്തേക്ക് വരുമ്പോൾ വർഷ ഇരു കവിളിലും കൈവച്ച് കിളിപ്പോയി നിൽക്കുന്നത് കണ്ട മേഘ ചോദിച്ചു, നിന്റെ ഡ്രാമ ഫ്ലോപ്പായി എന്ന് മാത്രമല്ല, നിനക്ക് ഡോക്ടറുടെ കയ്യിൽ നിന്നും 2 കിട്ടിയല്ലേ? കിട്ടി. നല്ലോണം നൊന്തോടി. പോട്ടെ. അടിയല്ല കിട്ടിയത്, ഉമ്മയാ. അങ്ങേരെന്നെ കയറി ഉമ്മിച്ചടി. കൂടെ IW എന്നും പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഈ കല്യാണം നടക്കില്ല. വർഷ പറയുന്നത് കേട്ടതും മേഘയ്ക്ക് ശരിക്കും സങ്കടം തോന്നി. ഈ കല്യാണത്തിൻ്റെ പേരിൽ എല്ലാവരും നല്ല ഹാപ്പിയില്ല. ഇനിയിപ്പോൾ ഇവൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സങ്കടമാവില്ലേ എന്ന് കരുതി മേഘ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ വർഷയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞതും വർഷ പതിവ് പല്ലവി തുടർന്നു. അതോടെ അവളുടെ അച്ഛനും അമ്മയും അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. കാരണം അത്രയും നല്ല ആലോചന വന്നിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അതുമല്ല, അവരോട് ഇനി എന്ത് മറുപടി പറയും എന്ന് ആലോചിച്ചിട്ട് അവർക്കൊരു പിടുത്തമില്ലായിരുന്നു. പറയാതെ പറ്റില്ലല്ലോ, എന്തായാലും പറഞ്ഞേ പറ്റൂ. അങ്ങനെ രാജശേഖർ തൻ്റെ മകളുടെ അഭിപ്രായം നിരഞ്ജൻ്റെ വീട്ടുകാരെ അറിയിച്ചു. പിറ്റേന്ന് വർഷയ്ക്ക് ഡ്യൂട്ടിക്ക് പോവാൻ നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ നിരഞ്ജൻ ഡോക്ടർ തന്നോട് എങ്ങനെ പെരുമാറും എന്ന പേടിയും മുന്നും പിന്നും നോക്കാതെ അവൻ്റെ മുന്നിൽ വിക്കൽ അഭിനയിച്ചതും അവൻ തന്നെ ഉമ്മ വെച്ചതും അതൊക്കെ മറ്റൊരു ഭാഗത്തും കിടപ്പുണ്ട്. അവനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നതേയില്ല. 2 ദിവസം നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് ശ്വേതയെ OPയിലേക്ക് പറഞ്ഞയച്ചു. ഇതൊക്കെ കണ്ട് നിരഞ്ജൻ മൗനം പാലിച്ചു. എങ്കിലും 3ാമത്തെ ദിവസം റൗണ്ട്സിൻ്റെ സമയത്ത് നിരഞ്ജൻ ശ്വേതയോട് പറഞ്ഞു, ശ്വേത, തനിക്കിന്ന് വാർഡ് ഡ്യൂട്ടിയാണ്. അവിടുത്തെ 2ാമത്തെ ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ആൻഡ് വർഷ, തനിക്കിന്ന് OP ഡ്യൂട്ടിയാണ്. ഞാൻ പറയാതെ ആരും ഡ്യൂട്ടിയിൽ മാറ്റം വരുത്താൻ നിൽക്കണ്ട എന്നും കടുപ്പിച്ച് പറഞ്ഞു ധൃതിയിൽ അവിടെ നിന്ന് പോയി. 2 മണി കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻസിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞിരുന്നു. അത് കണ്ട വർഷ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാൻ നേരാണ് നിരഞ്ജൻ പറയുന്നത്, ഒന്നവിടെ നിന്നേ. അത് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് ഡോർ ലോക്ക് ചെയ്തതും വർഷ ചെറുതായി പതറിയിരുന്നു. നീ ആരാണോ നിന്റെ വിചാരം? എനിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വീട്ടിൽ പ്രപ്പോസലുമായി വന്നത്. കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി. എൻ്റെ ഇഷ്ടം ഞാൻ മാന്യമായി തുറന്ന് പറയുകയും ചെയ്തു. അപ്പം നിനക്ക് അഹങ്കാരം, ഈ കല്യാണം വേണ്ടെന്ന്. അല്ലേലും മുന്നും പിന്നും നോക്കാതെ അടക്കാകുരുവി പോലത്തെ നിന്നെ പെണ്ണ് കാണാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ലോകത്ത് എത്രയോ നല്ല പെണ്ണുങ്ങളുണ്ട്. എന്നിട്ടും എനിക്ക് പ്രേമം തോന്നിയ മുതൽ ഇതായി പോയില്ലേ? നിരഞ്ജൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഇത്രയും നാൾ താൻ എന്ന് വിളിച്ചിരുന്നിടത്ത് നീ എന്നായി. എന്നോട് പ്രേമം തോന്നണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടി. തോന്നിപ്പോയില്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ പോവുക സാറേ എന്നും പറഞ്ഞ് നടക്കാനൊരുങ്ങി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. മറു കയ്യാൽ അവളുടെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്തതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്താ സാർ ഇത്, വിടാൻ അവൾ കുതറി മാറാൻ നോക്കിയതും അവൻ അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. അതിലുപരി പ്രണയത്തോടെ അവളുടെ കാതോരം മുഖമടുപ്പിച്ചുകൊണ്ട് വിളിച്ചു, അമ്മു. അവൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള ആ വിളിയിൽ അവളുടെ കണ്ണുകൾ പിടയ്ക്കാൻ തുടങ്ങി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അന്നേരം മിഴികൾ താഴ്ത്തി. അമ്മു, ഇങ്ങോട്ട് നോക്ക് പെണ്ണെ. അവൾ തല ഉയർത്തിയതേയില്ല. അമ്മു, എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ. ആദ്യമായിട്ടായിരുന്നു അവൻ അത്രയും സോഫ്റ്റായി സംസാരിക്കുന്നത്. അത് കണ്ട് അവൾക്ക് അതിശയം തോന്നി. അമ്മു, നിനക്ക് എന്നോട് ഇത്തിരി പോലെ ഇഷ്ടമില്ലേ? അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ സ്വയം മനസ്സിനോട് ചോദിച്ചു നോക്കി. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഇഷ്ടക്കുറവില്ല. പക്ഷേ മനസ്സിനനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. പൊന്നു, അവൾ മറ്റെന്തിനേക്കാളും തനിക്ക് വലുത്. അവളില്ലാതെ തനിക്ക് പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ അവളെ പഴയ പോലെ കാണാനും പറ്റില്ല. താനും അവളൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു പോയാൽ തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും തുടരും. പക്ഷേ സാറിൻ്റെ അനിയൻ അവളെ കെട്ടില്ല. അതുമല്ല, അവൾക്ക് അയാളെ കെട്ടാനും പറ്റില്ലെന്ന്. അതുകൊണ്ട് ഈ കല്യാണം നടക്കാനും പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, എനിക്ക് സാറിന് ഇഷ്ടമല്ല. എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞതല്ലേ. വിടി, എനിക്ക് പോകണം. വിടി സാർ. അമ്മ, എൻ്റെ മുഖത്ത് നോക്കി പറ എന്നെ ഇഷ്ടമല്ലെന്ന്. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു.
എനിക്ക് സാറിന് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല, ഇനി പോവാലോ എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റി പോവാനിറങ്ങിയവളുടെ മേലെ അവൻ ഒന്നുകൂടി അമർന്നു. അവൻ്റെ മുഖം അന്നേരം വലിഞ്ഞു മുറുകിയിരുന്നു. ഞാനൊന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സ്വന്തമാക്കണമെന്നും എനിക്കറിയാം. അതിനെനിക്ക് ആരുടെയും സമ്മതമൊന്നും വേണ്ട, നിന്റെ പോലും. സർ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? ഓരോന്ന് കാണിച്ചെന്ന് മനുഷ്യനെ മോഹിപ്പിച്ചിട്ടിപ്പോ? അത്രയും പറഞ്ഞ് അവൻ നിർത്തി. അവൻ പറഞ്ഞത് കേട്ടതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് കാണിച്ചെന്ന്? എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവൻ വീണ്ടും വാക്കുകൾ വിഴുങ്ങി. പറ, ഞാൻ എന്ത് കാണിച്ചെന്നാ? ഇനി പറഞ്ഞേ പറ്റുമെന്നാണെങ്കിലേ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് അവളുടെ യൂണിഫോം ടോപ്പിനുള്ളിൽ കൂടി കൈ കടത്തി അവളുടെ വയറിനെ തഴുകിക്കൊണ്ട് പറഞ്ഞു, ദേ ഇവിടെ ഒരു ഭംഗിയുള്ള കറുത്ത മറുകില്ലേ, അത് തന്നെ. അവൻ്റെ വാക്കും പ്രവൃത്തിയും അവളിൽ വിറയലുണ്ടാക്കി. ദൈവമേ, ഇയാൾ ഇതെപ്പോൾ കണ്ടു എന്ന് ചിന്തിക്കുന്ന നേരത്താണ് അവൻ്റെ കൈ അവളുടെ വയറിൽ കുസൃതി കാട്ടി തുടങ്ങിയത്. അന്നേരാണ് അവൻ്റെ കൈ എവിടെയാണുള്ളതെന്ന് അവൾക്ക് ബോധം വരുന്നത്. അവൻ്റെ കൈ എടുത്തു മാറ്റി അവനെ കോർപ്പിച്ച് നോക്കി. ദേ സാറെ, വൃത്തികേട് കാണിക്കല്ലേ. ഞാനല്ലല്ലോ കാണിച്ചത്, അമ്മു അല്ലേ. ഞാനൊന്നും കാണിച്ചില്ല. സാർ ഒളിഞ്ഞു നോക്കി കാണും. ഈ വൈറ്റ് കോട്ടിനുള്ളിൽ ഒരു വായ് നോക്കിയുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, അവൾ കെറിവോടെ പറഞ്ഞു. വായി നോക്കി നിന്റെ മറ്റവൻ. അന്ന് നമ്മൾ ഒരുമിച്ച് കാറിൽ പോയില്ലേ, ഞാൻ ടയർ മാറ്റാൻ നേരം നീ കുനിഞ്ഞില്ലേ, അപ്പോൾ കണ്ടതാ. അയ്യേ വൃത്തികെട്ടവൻ. അവൾ അതും പറഞ്ഞ് അവനിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. ആരാടി വൃത്തികെട്ടവൻ എന്നും പറഞ്ഞ് അവളുടെ കവളിൽ കുഞ്ഞു കടി കൊടുത്തതും കൊച്ചു പിള്ളേരെ പോലെ അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി. സാർ, ഇനി എന്തേലും കാണിച്ചാലേ ഞാൻ ഒച്ച വെക്കൂട്ടോ. എന്നാ അതൊന്ന് കാണണല്ലോ എന്നും പറഞ്ഞ് വീണ്ടും അവളുടെ ടോപ്പിനുള്ളിലൂടെ കൈ കടത്തി വയറിനെ തഴുകിയതും വർഷ പുള്ളി പിടഞ്ഞുപോയി. സാർ കൈയെടുക്ക്. ഇല്ലേലേ ഞാൻ ഒച്ച വെക്കുവേ. ഓ ആയിക്കോട്ടെ. അവൻ കൈയെടുക്കുന്നില്ല എന്ന് കണ്ട് അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയതും പ്രതീക്ഷിക്കാതെ അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. എടി അടക്കാക്കുരുവി, ഒച്ച വെക്കല്ലേ, നാണക്കേടാ. ഞാൻ കൈയെടുത്തു, ഇനി ഒച്ച വെക്കരുത് എന്നും പറഞ്ഞു അവളുടെ വായിൽ നിന്നും കൈയെടുത്തപ്പോൾ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും നിലവിളി തുടങ്ങി. അതുകണ്ട് അവൻ വീണ്ടും വാ പൊത്തിപ്പിടിച്ചു. അവൾ അവൻ്റെ ആ കൈയിലേക്ക് അമർത്തി കടിച്ചപ്പോൾ അവൻ വേദന കൊണ്ട് പിടിവിട്ടു. അപ്പോഴവൾ നിലവിളി തുടർന്നു. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകൾ അവൻ്റേതാക്കി മാറ്റിയിരുന്നു. അവളുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ അവൻ അവളുടെ ചുണ്ടുകൾ വായ്ക്കുള്ളിലാക്കി നുണയാൻ തുടങ്ങി. അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു വരുന്തോറും അവൾ തളർന്നിരുന്നു. ദീർഘചുംബനത്തിന് ശേഷം അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ എനിക്കിഷ്ടമല്ലെന്ന്, പിന്നെ എന്തിനാ? കണ്ണീരോടെ അവളത് പറയുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുന്നവളെ കണ്ടതും അവന് ചെറിയ വിഷമം തോന്നി. അന്നേരം അവൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അമ്മു, നിന്റെ ആഗ്രഹം പോലെ നിന്റെ കൂട്ടുകാരി എൻ്റെ വീട്ടിലുണ്ടായ നീ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? അവൻ്റെ ആ ചോദ്യത്തിനർത്ഥം മനസ്സിലാവാതെ അവൾ അവനെ നിറകണ്ണാലെ നോക്കി നിന്നു. അച്ചു, നീ ഇനി കിണറ്റിലെടുത്ത് ചാടാൻ പറഞ്ഞാലും വേണേ ഞാൻ ചാടാം. പക്ഷേ ആ തീപ്പെട്ടിക്കൊള്ളിയെ കെട്ടുന്ന കാര്യം മാത്രം നീ പറയരുത്. അതിലും ഭേദം വല്ല ട്രെയിനിനും തല വെക്കുന്നതാ, വിഹാൻ തീർത്തും പറഞ്ഞു. എടാ, ഇത് തന്നെയാ വർഷയെ ആദ്യം കണ്ടപ്പോൾ ഞാനും പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? പ്രേമത്തിന് കണ്ണും മൂക്കില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കണ്ടു. ഡോക്ടർ നിരഞ്ജൻ എങ്ങനെ ഇങ്ങനൊരു പ്രേമരോഗിയായി എന്നാണ് എനിക്കറിയാത്തത്. നിരഞ്ജൻ പറയുന്നത് കേട്ടതും വിഹാൻ പറഞ്ഞുപോയി. ഇത്തരം ഫീലിങ്സിലൂടെ കടന്നു പോകുമ്പോഴേ നിനക്കതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് ആ മേഘയെ കെട്ടി പ്രേമിക്കാൻ. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വേണേ നിന്റെ പ്രാണസഖിയോട് ഒന്ന് സംസാരിക്കാം. എന്നിട്ട് വേണം അവൾക്ക് എന്നോടുള്ള ചെറിയ ഇഷ്ടം പോലും ഇല്ലാതാക്കാൻ. ഇനി നീയെന്നല്ല ആര് പറഞ്ഞാലും അവൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് നിന്റെ തീപ്പെട്ടിക്കൊള്ളിയെ കെട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ, അതറിഞ്ഞാൽ മതി എനിക്ക്. സോറി ഡിയർ ബ്രദർ, പറ്റില്ല. പോടാ, അനിയനാണത്ര അനിയൻ എന്നും പറഞ്ഞ് നിരഞ്ജൻ ചവിട്ടിത്തുള്ളി പോകുന്നത് വിഹാൻ ചെറുചിരിയാലെ നോക്കി നിന്നു. എന്താ സർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഇതിപ്പോൾ നമ്മൾ ഈ കോഫി ഷോപ്പിൽ വന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. സാർ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നില്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. ദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന വിഹാനെ കണ്ട് മേഘ ചോദിച്ചു. ഞാനിങ്ങനെ ഇരുന്നാലും തൻ്റെ ക്യാപിച്ചിനോ കൂടി മുറ പോലെ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ ഡയലോഗ്സ് ഒന്നും വേണ്ട. മേഘയുടെ പറച്ചിൽ ഇഷ്ടപ്പെടാതെ വിഹാൻ മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാനെന്ത് ചെയ്യണം? സാറിൻ്റെ കൂടെ ആലോചിക്കാൻ കൂടണോ? സാർ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയൂ? അറിഞ്ഞിരുന്നേ കൂടിയേനെ എന്നും പറഞ്ഞ് അവൻ പറഞ്ഞത് കാര്യമാക്കാതെ രണ്ടാമത്തെ ക്യാപിച്ചിനോയും അവൾ അകത്താക്കി. എടോ, ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. വിഹാൻ കുറച്ച് കഴിഞ്ഞ് സംസാരത്തിന് തുടക്കം കുറിച്ചു.
ആ പറ സാറേ, ഈ വളച്ചു കെട്ടേ എനിക്കിഷ്ടമല്ല. അവൾ കുഴി നിർത്തി ടിഷ്യൂ വെച്ച് ചുണ്ടൊപ്പിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് തൻ്റെ കൂട്ടുകാരിയെ പറഞ്ഞ് മനസ്സിലാക്കിയാലെന്താ? അച്ചു അല്ല നിരഞ്ജൻ, അവൻ ആകെ മൂഡ് ഓഫാണ്. ആദ്യമായിട്ടാണ് അവൻ ഇത്രയും മൂഡ് ഓഫായി ഞാൻ കാണുന്നത് പോലും. വിഹാൻ്റെ സ്വരം അന്നേരം നേർത്തിരുന്നു. അത് മനസ്സിലാക്കിയ മേഘ ഇത്തിരി സീരിയസ് ആയി. അക്കാര്യത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട്. ഡോക്ടറും അവൾ ഒരുമിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവൾ കേൾക്കണ്ടേ? അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? തനിക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ? വിഹാൻ ആ പറഞ്ഞത് കേട്ടതും മേഘ ഒരു തരം ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സാർ എന്ന് ഉറക്കെ വിളിച്ചിരുന്നു. എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞ മേഘ ഒന്ന് ചുറ്റും നോക്കി വീണ്ടും ഇരുന്ന് ശാന്തമായി വിളിച്ചു, സാർ എനിക്ക് വയ്യ സാറിനെ കെട്ടാൻ. എനിക്ക് സാറിന് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമായിരിക്കും. ഒന്ന് പോവണ്ണേ. ഇതേ ജസ്റ്റ് ഒരു കോൺട്രാക്ട് മാരേജ് ആയിരിക്കും. നമ്മുടെ ലക്ഷ്യം അവരുടെ മാരേജ് നടക്കുക എന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്കങ്ങ് ഡിവോഴ്സ് ചെയ്ത് കളയാം. ഓ, എത്ര നിസ്സാരമായിട്ടാണ് സാർ ഇത് പറയുന്നത്. കല്യാണം എന്ന് വെച്ചാൽ എന്താ കുട്ടിക്കളിയാ? എന്നെ കൊണ്ട് വയ്യ ഇങ്ങനൊരു കള്ളക്കളിക്ക് കൂട്ടു നിൽക്കാൻ. താൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണല്ലോ കൂട്ടുകാരിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. പറഞ്ഞ വാക്കിന് ഇത്തിരി വില വേണം. എനിക്ക് തന്നെ കെട്ടാനേ ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടല്ല. അച്ചു അവൻ ആദ്യമായിട്ടാണ് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ ഞാൻ അവൻ്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മേഘ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ തൻ്റെ കൂട്ടുകാരിക്ക് അച്ഛനോട് ഇഷ്ടമൊക്കെ ഉണ്ട്. തനിക്ക് വേണ്ടിയാ അവൾ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നത്. വിഹാൻ പറഞ്ഞത് കേട്ടതും മേഘയ്ക്ക് ശരിക്കും വിഷമം തോന്നി. ഞാൻ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? അതാ ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള മാരേജ് നടക്കണമെന്ന്. ഒരു കോൺട്രാക്ട് മാരേജ്. ഈ കോൺട്രാക്റ്റ് മറ്റാരും അറിയാൻ പാടില്ല. വർഷയും അച്ചും ആരും. കേട്ടല്ലോ? ശരി, സമ്മതിച്ചു. എത്ര നാളത്തേക്കായിരിക്കും ഈ കോൺട്രാക്റ്റ്? അത് പിന്നെ കറക്റ്റായിട്ട് ഞാനെങ്ങനെയാ പറയുക? അവർക്കൊരു കൊച്ചാവാനുള്ള ടൈം കൊടുത്തേക്കാം. ഈ കുഞ്ഞക്കായാലേ രണ്ടുപേരും എന്ത് വന്നാലും പിരിയില്ല. താൻ കൂടെ വേണമെന്നും വർഷ വാശിയും പിടിക്കില്ല. അതിനൊരു 2 വർഷം മതിയായിരിക്കൂലേ? അതെങ്ങനെ എനിക്കറിയും? സാറിൻ്റെ ചേട്ടൻ്റെ മിടുക്ക് പോലൊക്കെ ഇരിക്കും. വിഹാൻ്റെ പറച്ചിൽ കേട്ട് മേഘ പറഞ്ഞു. പിന്നെ എനിക്കറിയാം. ആ, അത്രയൊക്കെ മതി. അതിനുള്ളിൽ ആയിക്കോളും. അപ്പോൾ ഡീൽ ഉറപ്പിക്കട്ടെ. 2 വർഷം താൻ വിഹാൻ ശങ്കറിൻ്റെ ഭാര്യയായിരിക്കും. 2 വർഷം മാത്രം. ഇനിയിപ്പോൾ 2 വർഷം കൊണ്ട് കൊച്ചായില്ലെങ്കിലോ? ദേ വന്നു മേഘയുടെ അടുത്ത സംശയം. താൻ കരുനാക്കിട്ട് വളക്കാതെ അതൊക്കെ ആയിക്കോളും. ഓ എൻ്റെ കണ്ണ, എത്രയും പെട്ടെന്ന് അവർക്കൊരു കൊച്ചുണ്ടായാൽ മതിയായിരുന്നു. എന്നാലല്ലേ എനിക്ക് ഈ സാത്താൻ്റെ പിടിയിൽ നിന്നൊരു മോചനം കിട്ടുള്ളൂ. മേഘയുടെ പ്രാർത്ഥന കേട്ട് വിഹാൻ ഇഷ്ടപ്പെടാത്ത മട്ടി നോക്കി പേടിപ്പിക്കേണ്ട, ഞാനൊരു സത്യം പറഞ്ഞതാ. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി പത്രം പെട്ടെന്ന് ഞാൻ റെഡിയാക്കിയേക്കാം. എനിക്ക് തന്നെ തീരെ വിശ്വാസമില്ല. ജീവിതകാലം മുഴുവൻ താൻ എൻ്റെ തലയിലാവില്ലെന്ന് ആര് കണ്ടു? അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. അതെ സാറേ, ഉടമ്പടിയിലെ കട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല, മുറി ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നെങ്ങാനും എഴുതിയാലേ എൻ്റെ വിധം മാറും കേട്ടോ. 2 വർഷക്കാലം ഇയാളുടെ സ്നേഹവും സാമീപ്യവും ഒഴികെ ബാക്കിയൊക്കെ എനിക്ക് കിട്ടണം. വീട്ടിൽ വർഷയുടെ അതേ പരിഗണന എനിക്ക് കിട്ടിയിരിക്കണം. അതിലൊന്നും കയറി ഇയാൾ ഇടപെടാൻ പാടില്ല. ഓഫീസിൽ എന്നെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിക്കാൻ എന്നൊന്നും കരുതണ്ട. പിന്നെ വാ തുറന്നുള്ള പൂരത്തെറി അതും വേണ്ട, കേട്ടല്ലോ? ഓഹോ, ഇപ്പോഴേ തുടങ്ങിയോ? എന്നെ കയറി ഭരിക്കാൻ നിൽക്കല്ലേ. എന്നെ കയറി ഭരിക്കാനും വരണ്ട. മേഘ മുഖം കോട്ടി. ശരി, സമ്മതിച്ചു. എന്നാൽ ഞാൻ പോവാണ് എന്നും പറഞ്ഞ് പോവാനൊരുങ്ങി അവനെ നോക്കി കെറുവോടെ ചോദിച്ചു, അപ്പം ഞാനോ? താനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിട്ടാ. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് സാറാണല്ലോ, എങ്കിലേ അതുപോലെ തിരിച്ചു കൊണ്ടുവരണം. ഒരു പാലോട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സാറേ എന്ന് പറഞ്ഞ് അവൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു. വേറെ വഴിയില്ലാതെ വിഹാൻ വണ്ടി മുന്നോട്ടെടുത്തു.